നമുക്കിന്ന് ചൗവരി കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇഷ്ടായോ പാപ്പം? നല്ലതാണോ? ഇത് ചൗവരി മിനിമം 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചതാ. അത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുന്ന പോലെ കുറുക്കിയെടുക്കുക. എന്നിട്ട് ചൂടൊക്കെ അറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു പൈപ്പിംഗ് ബാഗിൽ ആവശ്യാനുസരണം ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അറിയാവുന്ന രീതിയിൽ ഹാർട്ടായിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ ഏതെങ്കിലും റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കിയെടുത്ത് അത് ഡ്രൈ ആക്കാൻ വെക്കാം. ഞാനൊരു 4 ദിവസത്തോളം നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4ാമത്തെ ദിവസത്തെ ഒരു അവസ്ഥയാണിത്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നേരത്തെ നമ്മൾ കുറുക്കിയെടുപ്പില്ല, ആ കുറുക്കിയെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം എരിവൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി വിതറിയാൽ മതി. ഇനി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം, ഉപ്പ് മാത്രം ഇട്ടുകൊണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. വെയിലൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ചൗവരി കൊണ്ടുള്ള ഈ ഒരു ഫ്രൈഡ് സ്നാക്കിൻ്റെ പേര് എനിക്കറിയില്ല. നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയണം. എനിക്കറിയില്ലായിരുന്നു ഇത് ചൗവരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണെന്ന്, ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കണ്ടു അമ്മയ്ക്ക് തരുമോ? അമ്മയ്ക്ക് തരുമോ? താങ്ക് യു.